സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവികയുടെ വിജയത്തിന് ശേഷം കാണാതായ പ്രഭാവതി അന്വേഷിച്ച് നന്ദനും സിദ്ധുവും ഗിരീഷ് മാഷും പലയിടത്തും അന്വേഷിച്ച് നടക്കുമ്പോൾ ഒടുവിൽ അറിയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പ്രഭാവതി ഉണ്ട്. അങ്ങനെ സാറ് വിളിച്ചിട്ട് സിദ്ധു ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകുന്നു. മക്കളോട് തിരികെ വീട്ടിൽ പൊക്കോളാനും ഞാൻ എന്തായാലും പ്രഭയെക്കുട്ടി വീട്ടിലെത്തിക്കോളാം, എന്ത് കാര്യമാണെന്ന് എനിക്കറിയില്ല, സ്റ്റേഷനിൽ ചെന്ന് അറിഞ്ഞതിന് ശേഷം വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ നമ്മുടെ നന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അതും പ്രകാരം ഗിരീഷ് ആണെങ്കിൽ ഗിരീഷിൻ്റെ വീട്ടിലും നന്ദു ആണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്കും പോകുന്നു. ഗിരീഷിനെ കാത്ത് ഗിരീഷിൻ്റെ അമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും രജനിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഗിരീഷിന് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഇനി രാഷ്ട്രീയത്തിന് ശേഷവും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകില്ലെന്ന് ഗിരീഷിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. ഉപദേശിക്കുന്ന സമയത്ത് അവരെൻ്റെ അന്യരൊന്നും അല്ലല്ലോ, എൻ്റെ ഭാര്യയുടെ അമ്മയല്ലേ, അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനും ഒപ്പം നിൽക്കണ്ടേന്ന് ഗിരീഷും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഗിരീഷിൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നുണ്ട്. സ്റ്റേഷനിൽ എത്തുന്ന സിദ്ധുവിനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സാറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു. അതായത് ഋഷിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് പ്രഭാവതിയാണെന്നുള്ള പേര് ശിക്ഷ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുകയാണ്. പിന്നെ സാറിനോട് കൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം FIR എഴുതാമെന്ന് വിചാരിച്ചു. എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമല്ലോ. പിന്നെ അരുന്ധതി മേഡത്തിനെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് സിദ്ധു ആണെങ്കിൽ എനിക്ക് പ്രഭാവതിയോട് അല്പം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാറാണെങ്കിൽ പുറത്തിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് സാറ് പോയതിന് ശേഷം നമ്മുടെ സിദ്ധു ആണെങ്കിൽ പ്രഭാവതിയെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. കുടുംബത്തിന് പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചാണ് നീ ഈ കുറ്റം ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അരുന്ധതിയോട് പറഞ്ഞ് നമുക്ക് ഏത് രൂപത്തിനുള്ള പ്രായച്ചിത്വം ചെയ്യാം, പക്ഷേ ജയിലിൽ പോയി കടന്നു കഴിഞ്ഞാൽ ദേവികയുടെ വിജയത്തിന് മങ്ങലുണ്ടാക്കത്തേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യലെന്ന് പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ആർക്കും മങ്ങലും കോട്ടോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറ്റം ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത്. അരുന്ധതി അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും വേട്ടയാടും. ഈ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. അതേസമയം അരുന്ധതിയാണെങ്കിൽ CPയോട് പോലും അനിരുദ്ധ് സാറ് വിളിച്ച കാര്യം എന്താണെന്ന് പറയാതെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. സ്റ്റേഷനിൽ വന്നതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഷനിൽ വരുന്ന സമയത്ത് പ്രഭാവതി കുറ്റമേറ്റു പറഞ്ഞു എന്നും ഋഷിയെ മുമ്പ് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് പ്രഭാവതിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, എൻ്റെ മകന് അല്ലാതുണ്ടായ അപകടമാണ്, പ്രഭാവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അരുന്ധതിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് സിദ്ധുവും പ്രഭാവതിയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് കേസ് കൊടുക്കാൻ തന്നെയാണ് അരുന്ധതി സ്റ്റേഷനിലേക്ക് വന്നത്. പ്രഭാവതി കുറ്റമേറ്റ് പറഞ്ഞപ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശമെന്ന്. ശരിക്കും പറഞ്ഞാൽ അരുന്ധതി ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുന്നത് തനിക്ക് യാതൊരു പരാതിയില്ലെന്നും പ്രഭാവതി എൻ്റെ മകനോട് യാതൊരു ക്രൂരതയും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ അതറിയാതെ സിദ്ധു ആണെങ്കിൽ അരുന്ധതിയോടും ചൂടാകുന്നു. എന്നെ ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രഭയെ തൊടാൻ പറ്റൂ. അത് കേട്ടിട്ട് അരുന്ധതി പറയുന്നു, നമുക്ക് കാണാം എന്ന് പറഞ്ഞങ്ങ് പോകുന്നു. വീട്ടിലെത്തി അരുന്ധതിയാണെങ്കിൽ CPയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് പ്രഭാവതി ഋഷിയോട് ചെയ്ത ക്രൂരത ഏറ്റു പറയാനായിട്ട് സ്റ്റേഷനിൽ ചെന്നുവെന്നും അതിന് വേണ്ടിയിട്ടാണ് അനിരുദ്ധ് സാറ് തന്നെ വിളിച്ചത്. മേഡം എന്ത് തീരുമാനിച്ചു? അവരായിട്ട് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ മേഡവും കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് CP പറയുമ്പോൾ, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്ന് എനിക്ക് കേസ് കൊടുക്കാമായിരുന്നു, എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല CP എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ CP ആണെങ്കിൽ അരുന്ധതി മേഡത്തെ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു. സിദ്ധാർത്ഥൻ സാറ് പ്രഭാവതിയെപ്പോലെയല്ല, രാഷ്ട്രീയത്തിൽ അയാളൊരു പുലിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രഭാവതിയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലും ഒപ്പിക്കാതിരിക്കില്ല. അയാൾ രാഷ്ട്രീയത്തിൽ കിങ് ആണെങ്കിൽ ഞാൻ കിങ് മേക്കറാണ് CP. രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും അവരിനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ കുടുംബത്തിനോട് പ്രഭാവതി ചെയ്ത ഓരോ തെറ്റിനും അവർ മനസ്സറിഞ്ഞ് പ്രായച്ചിത്തം ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് തൽക്കാലം നമ്മുടെ പ്രഭാവതിയെ സിദ്ധാർത്ഥനൊപ്പം പറഞ്ഞു വിടുന്നുണ്ട്. വീട്ടിലേക്ക് പ്രഭാവതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പിട്ട് സിദ്ധു ആണെങ്കിൽ പ്രഭാവതിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതായത് ദേവിക വിജയിക്കുകയും പ്രഭാവതി തോൽക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ചന്ദ്രോത്ത് വീട്ടിൽ ഇനി എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ ചന്ദ്രോത്ത് വീട്ടിൽ ഇനി പ്രശ്നങ്ങൾക്ക് ആരംഭം കുറിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും പ്രഭയാണ്. ജനങ്ങളായിട്ട് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചതാണ് ദേവികയെ. അത് മനസ്സിലാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ ചന്ദ്രോത്ത് വീട് സമാധാന അന്തരീക്ഷത്തിൽ പോകും. എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രഭയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത്
പ്രഭാവതിയുടെ വരവും കാത്ത് രജനിയും ദേവികയും നോക്കി നിൽക്കുന്നുണ്ട്. പ്രഭാവതി ഇനി ഒരു പോരിന് ഒരുക്കമല്ല. ശരിക്കും പറഞ്ഞാൽ അരുന്ധതിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷന് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചത്. ദേവികയോട് യാതൊരു പരാതിയും പരിഭവവും ഇല്ല. ഇനി ഒരിക്കലും അമ്മായിയമ്മ മരുമകൾ പോരിന് വേണ്ടിയിട്ട് പ്രഭാവതിക്ക് മനസ്സാൽ താല്പര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി സമാധാനപരമായി മുന്നോട്ട് പോകണം. ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് മാത്രമേ പ്രഭാവതിയുടെ മനസ്സിലുള്ളൂ. പ്രഭാവതിയെ കാണാതായതും അതിന് പിന്നാലെ നന്ദനും ഗിരീഷും സിദ്ധുവൊക്കെ അന്വേഷിച്ച് പോയതൊക്കെ നമ്മുടെ രാധികയും മാധവനും ശാരികയൊക്കെ അറിഞ്ഞു. പ്രഭാവതിയെ കാണാതായ ഈ സാഹചര്യത്തിൽ കണ്ടുകിട്ടിയെന്നും സ്റ്റേഷനിലായിരുന്നു കൂട്ടിക്കൊണ്ട് സിദ്ധു ഇപ്പം ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുമെന്നൊക്കെ നമ്മുടെ ദേവിക പറഞ്ഞ് രാധിക അറിയുന്ന ആ സാഹചര്യത്തിൽ മകളോട് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എത്ര വലിയ MLA എന്ന് പറഞ്ഞാലും ദേവിക കയറി ചെല്ലേണ്ടത് ചന്ദ്രോത്ത് വീട്ടിലല്ലേ, പ്രഭാവതിയുടെ വീട്ടിൽ. പ്രഭാവതിയെ വെറുപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ അവൾ എങ്ങനെ സമാധാനത്തിൽ ജീവിക്കുമെന്നാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞ് ആദ്യ പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു. ഇലക്ഷൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഈ സാഹചര്യത്തിൽ പ്രഭാവതിക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കാൻ നമ്മുടെ സിദ്ധു ഉള്ളത് പ്രഭാവതിക്ക് വളരെ വലിയ ആശ്വാസം നൽകും.